ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നെഞ്ചുരുകുന്ന വേദനയുടെ വിനീത് ഗംഗയുടെ ഫോട്ടോയും ഫ്ലെക്സും ഒക്കെ എടുത്തു മാറ്റുകയാണ് കേട്ടോ. ആകെ സങ്കടപ്പെട്ട് നെഞ്ച് തകർന്നാണ് നിൽക്കുന്നത്. അപ്പം നവീൻ വന്ന് പറയും, എടാ പോട്ടടാ, ഗംഗ പോയാൽ അതിലും നല്ലൊരു പെണ്ണ് നിന്റെ ജീവിതത്തിലേക്ക് വരും, നീ ഒന്നുകൊണ്ട് സങ്കടപ്പെടരുത്. ഇനി പെണ്ണും വേണ്ട, ഒന്നും വേണ്ട, ഇനി വിനീത് ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിച്ചോളാം. പക്ഷേ ഈ നെഞ്ചിവിടെ കിടന്നിങ്ങനെ വിങ്ങുക. അവളെ ഞാൻ അത്രയ്ക്ക് സ്നേഹിച്ചതാടാ. അവളുടെ സ്ഥാനത്ത് ഇനി ഈ ലോകത്ത് ഒരു പെണ്ണിനെ എനിക്ക് കാണാൻ കഴിയില്ല. അതുപോലെ അവളെ കൊണ്ട്, എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ അവളെ പൊതിഞ്ഞേനെ. അത്രയ്ക്ക് പ്രാണനാ അവളെനിക്ക്. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയില്ലടാ എന്ന് പറഞ്ഞ് വിനീത് കരയുവാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്ക് നവീന് സങ്കടം വരിക. നവീനാണെങ്കിൽ അവൻ്റെ അടുത്ത് തന്നെ നിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സ്നേഹതീരത്ത് ഗംഗയ്ക്ക് ചുറ്റും അനിയത്തിമാരെല്ലാം കൂടി നിൽക്കുക. കാവേരി യമുനയും കൂടി കയ്യിൽ മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുക. ആ കേട്ടോ യമുനെ, നമ്മുടെ ഈ വീടിന് എത്ര കോണുകളുണ്ടെന്നൊക്കെ മനസ്സിലായതേ ഗംഗേച്ചിയുടെ കല്യാണം ഉറപ്പിച്ച പിന്നെ. അതെന്താ കാവേരി ചേച്ചി അങ്ങനെ പറഞ്ഞത് എന്ന് യമുന അപ്പം ചോദിക്കും. അല്ല, ഓരോ മുക്കിലും മൂലയിലും കോണിലും ഒക്കെ നിന്ന് ചേച്ചി ഫോൺ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടേ. അങ്ങനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത്രയധികം കോണുകൾ നമ്മുടെ വീടിനുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഒന്ന് പോടി, നീയൊക്കെ ഈ സാഹചര്യത്തിൽ വരുമ്പോഴേ ഞാനും നിന്നെയൊക്കെ കളിയാക്കിക്കോളാം എന്ന് ഗംഗ അപ്പം പറയും. ആയിക്കോട്ടെ, ഇപ്പം എപ്പോഴും നമ്മുടെ ഗംഗേച്ചി ഫോണിൽ തന്നെയാ കേട്ടോ എന്ന് കാവേരി പറയും കേട്ടോ. പെട്ടെന്നാണ് ഗംഗയുടെ ഫോണിൽ ഒരു മെസ്സേജ് വരുന്ന ട്യൂൺ കേൾക്കുന്നത്. ആഹാ, ഋഷിയേട്ടൻ ആയിരിക്കും മെസ്സേജ് അയച്ചത് അല്ല ഗംഗ ചേച്ചി എന്ന് കാവേരി ചോദിക്കും. അപ്പോൾ യമുന ആ ഫോൺ തട്ടിപ്പറിച്ച് ഗംഗയുടെ കയ്യിൽ നിന്ന് മേടിക്കും. നോക്കട്ടെ എന്താ ഫോണിൽ നിന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ. വേണ്ട അതൊന്നും നോക്കണ്ട എന്ന് ഗംഗ അപ്പം പറയും. ഞങ്ങളൊന്നും നോക്കട്ടെ. അല്ല, ഗംഗ ചേച്ചി ഋഷിച്ചേട്ടനെ ആദ്യമായിട്ടല്ലേ കാണാൻ പോകുന്നത്. നാളെ ഈ സമയമാകുമ്പോൾ നിങ്ങൾ രണ്ടുപേരും പരസ്പരം കണ്ട് മനസ്സ് തുറന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിരിക്കുമല്ലേ എന്ന് കാവേരി ചോദിക്കും. അതെ, കാവേരി ചേച്ചിയും ഋഷിച്ചേട്ടൻ ആദ്യമായിട്ടാണല്ലേ കാണാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇന്നുണ്ടാവും എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാം. പെട്ടെന്ന് യമുന ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കും. ഞാൻ എയർപോർട്ടിൽ എത്തിയെന്നാണ് ഋഷിച്ചേട്ടൻ അയച്ചിരിക്കുന്നത്. അപ്പോൾ കാവേരി പറയും, ബാക്കി വായിക്കേണ്ട, അത് അവരുടെ പ്രൈവസിയിലാണ്, കയറി കൈ കടത്തുന്ന പോലെ ആവും, അത് ശരിയല്ല, അതുകൊണ്ട് ഫോൺ ഗംഗേച്ചിക്ക് കൊടുത്തേക്ക് യമുനെ എന്ന് കാവേരി പറയും കേട്ടോ. ആയിക്കോട്ടെ. പെട്ടെന്ന് അങ്ങോട്ട് നീളെ അങ്ങോട്ട് വരിക. ഇവിടെ എന്താ ഇത്ര സംസാരം, ആര് വരുന്ന കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നേ എന്ന് നീള ചോദിക്കും. അത് ഋഷിച്ചേട്ടൻ വന്നു, ആ കാര്യം പറഞ്ഞതാ. ആര്, ഗംഗേച്ചിയുടെ ഋഷിച്ചേട്ടനോ? ആഹാ, ഗംഗേച്ചിക്ക് സന്തോഷമായി കാണല്ലോ. കാവേരി പറയും, ഇന്ന് രാത്രി രണ്ടുപേരും കൂടി നേരം വെളുക്കുന്നവരെ സംസാരത്തിലായിരിക്കും എന്നൊക്കെ ഞങ്ങൾക്ക് അറിയാം എന്ന് ഗംഗയോട് പറയൂ കേട്ടോ. അപ്പം എനിക്ക് നാണം വരികയാണ്, നീ ഒന്ന് പോടി, എന്തൊക്കെയായി പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം ശാരദ അങ്ങോട്ട് വരിക. ഓഹോ, മക്കളെല്ലാവരും കൂടി കൂട്ടം കൂടിയിരുന്ന് ഇവിടെ ചിരിച്ചു കളിച്ചിരിക്കുവാണല്ലോ. ഒരെണ്ണം അടുക്കള കയറരുത് കേട്ടോ എന്നും പറഞ്ഞ് ദേഷ്യപ്പെടും. ഒന്ന് പോവോ അമ്മേ, ഞങ്ങളെ ഇവിടെ ഋഷിച്ചേട്ടൻ വരുന്ന കാര്യം സംസാരിക്കുമായിരുന്നു എന്ന് നീള പറയും. ഏത് ഋഷിച്ചേട്ടൻ എന്ന് അന്നേരം ശാരദ ചോദിക്കും. എൻ്റെ അമ്മേ, ഗംഗ ചേച്ചിയുടെ ഋഷിച്ചേട്ടൻ എന്ന് നീള പറയും. ഓ, ഋഷിമ വന്നോ? എയർപോർട്ടിൽ എത്തിയെന്ന് ഇപ്പം ചേച്ചിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടമ്മേ എന്ന് കാവേരി അപ്പം പറയും. നന്നായി, നാളെ ഈ സമയമാകുമ്പം ഉറപ്പീരൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോയിട്ടുണ്ടാവും, ഈ വീട്ടിലെ ഈ അലങ്കാരങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ടാവും എന്ന് ശാരദ പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും നിളയ്ക്ക് പെട്ടെന്ന് സങ്കടം വരിക. നാളെ അപ്പം ഗംഗ ചേച്ചി പോവുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ കാവേരി പറയും, എടി പൊട്ടിക്കാളി, നാളെ നിശ്ചയം മാത്രമല്ലേ നടത്തുന്നുള്ളൂ. നിശ്ചയം കഴിഞ്ഞാൽ ചേച്ചിയുടെ കയ്യിൽ മോതിരം ഇട്ടിട്ട് അവരങ്ങ് പോകും. കല്യാണം കഴിഞ്ഞ ശേഷം ആ ചേച്ചിനെ കൊണ്ടുപോകുന്നത്, അതിന് ഇനിയും എത്ര ദിവസങ്ങളുണ്ട് എന്ന് പറയാണ്. അതെയോ, ഞാൻ പേടിച്ചു പോയി, നാളെ തന്നെ ഗംഗ ചേച്ചി ഞങ്ങളെയൊക്കെ വിട്ടിട്ട് പോയാൽ എനിക്ക് സങ്കടമാണ് എന്ന് നിള പറയും. നാളെയൊന്നും നമ്മുടെ ഗംഗ ചേച്ചി നമ്മളെ വിട്ടിട്ട് പോവില്ല, നമ്മളെല്ലാവരും കുറേ ദിവസം ഇങ്ങനെ ഒരുമിച്ചുണ്ടാവും എന്ന് പറഞ്ഞ് കാവേരി എല്ലാവരും കൂടി കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. ഇടയ്ക്ക് അമ്മേനെയും കൂടി വലിച്ചിടുക. അവരെല്ലാവരോടും വളരെയേറെ സന്തോഷത്തോടു കൂടി ചിരിച്ച് കളിച്ച് സംസാരിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ അരവിന്ദനാണെങ്കിൽ ജയപാലനെ കാണാനായിട്ട് ജയപാലൻ്റെ തോട്ടത്തിലേക്ക് ഇറങ്ങിയിരിക്കുക. അപ്പം ജയപാലൻ്റെ പണിക്കാരൻ കയറി വരും. ആരിത്, അരവിന്ദേട്ടനോ? ജയപാലേട്ടൻ പറഞ്ഞിരുന്നു അരവിന്ദേട്ടൻ ഇങ്ങോട്ട് വരുമെന്ന്. ജയപാലേട്ടൻ അപ്പുറത്തേക്ക് മാറി നിൽക്കുന്നുണ്ട്, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അയാൾ പോവാ. ധൃതിയില്ല, ഞാനിവിടെ നിന്നോളാം എന്ന് അരവിന്ദൻ അപ്പം പറയേ. എടാ നീ വന്നോ? ഞാനിപ്പോൾ വരാടാ, ഇവിടെ ചെറിയൊരു പരിപാടിയാണ്, അതൊന്ന് കഴിഞ്ഞിട്ട് അങ്ങോട്ട് കയറി വന്നേക്കാം എന്ന് ജയപാലൻ പറയൂ കേട്ടോ. തിരക്കില്ലടാ, നീ പതിയെ കയറി വന്നാൽ മതി, ഞാനിവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് അവിടെ ചേർന്ന് ചെറിയൊരു കല്ലിൽ കയറി നമ്മുടെ അരവിന്ദൻ ഇരിക്കും കേട്ടോ. ജയപാലൻ അങ്ങോട്ട് വരിക. ഈ തിരക്കൊക്കെ ഒഴിഞ്ഞു കഴിയുമ്പം വീട്ടിലേക്കൊന്ന് ഇറങ്ങണമെന്ന് ഞാൻ കരുതിയതാ. ഇന്നേ പണിക്കാർക്ക് കൂലിയൊക്കെ കൊടുക്കേണ്ട ദിവസമാണ്, അതുകൊണ്ട് എനിക്ക് അല്പം തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിന്നത് എന്ന് ജയപാലൻ പറയും കേട്ടോ. നീ എന്താ, പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടോ ഈ തിരക്കിൻ്റെ എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരാൻ എന്ന് ജയപാലൻ ചോദിക്കുകയെ. അത് കേൾക്കുമ്പോൾ അരവിന്ദൻ പറയും, കുറച്ച് കാശ് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. കാശോ? എവിടുന്ന്? നീ എൻ്റെ പേര് തുടങ്ങിയ അക്കൗണ്ടില്ലേ ഞാൻ നിനക്ക് കാശൊക്കെ അയച്ചു
തുറന്നിരുന്ന അക്കൗണ്ട്, അതിൽ നിന്ന് കുറച്ച് കാശ് എടുക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ അക്കൗണ്ടിൽ ഇനി അതിന് അധികം കാശൊന്നും ഇല്ലല്ലോ. ഉള്ള കാശെടുത്തല്ലേ ഗംഗയ്ക്ക് സ്വർണ്ണവും ആഭരണങ്ങളും എല്ലാം എടുത്തത്. അപ്പം പിന്നെ കാശൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. ബാക്കി കാശെടുത്താൽ നിന്റെ വീട്ടിൽ കെട്ടിയ പന്തലിൻ്റെ കാശ് കൊടുക്കാൻ പോലും തികയത്തില്ല എന്ന് ജയപാലൻ പറയും. അരവിന്ദൻ ചോദിക്കും, ജയപാലൻ നീ എന്തൊക്കെയാണ് പറയുന്നേ? ഞാൻ അയച്ചു തന്ന കാശുകളൊക്കെ തീർന്നെന്നോ? നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാനെന്തോ എടുത്ത് മറിച്ച പോലെ ഉണ്ട് കേട്ടോ അരവിന്ദ നിന്റെ സംസാരം. ഞാൻ നിന്നെ സംശയിച്ചതൊന്നുമല്ല. എടാ, ആ കാശുകളെടുത്ത് ഗംഗയ്ക്ക് സ്വർണം മേടിച്ചപ്പോൾ തന്നെ കാശ് തീർന്നു. ഇനി ബാക്കി കാശെടുത്ത് നമ്മൾ ഈ തോട്ടത്തിനും അഡ്വാൻസ് കൊടുത്തില്ലേ, അതിനുള്ളതേ അത് ഉണ്ടായിരുന്നുള്ളൂ എന്ന് പെട്ടെന്ന് പറയൂ കേട്ടോ. നീ എന്താ ഈ പറയുന്നേ? അല്ല, നിനക്ക് കണക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നോ എന്ന് അപ്പോൾ ജയപാലൻ ചോദിക്കും. നിന്റെ കൈ തരുന്നതിന് ഞാൻ കണക്ക് വെക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോടാ എന്ന് അരവിന്ദൻ ചോദിക്കും. എടാ, നീ പേടിക്കണ്ട, നിന്റെ കൈ കാശൊന്നും ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ക്യാഷ് തരാം നിനക്ക് കടവായിട്ട്. നീ എനിക്ക് പിന്നെ സൗകര്യപൂർവ്വം എപ്പോഴെങ്കിലും തന്നാൽ മതി. കടവായിട്ടല്ലേ? എനിക്ക് വേണ്ടടാ എന്ന് അരവിന്ദൻ അപ്പം നെഞ്ച് തകർത്തങ്ങ് പറയുക. പെട്ടെന്ന് നെഞ്ചുവേദന എടുത്തിങ്ങനെ ഇരിക്കാൻ തുടങ്ങുമ്പോൾ, എടാ നീ ഇതെന്താ, നിനക്കിത് എന്ത് പറ്റി എന്ന് പറഞ്ഞാൽ ജയപാലൻ പിടിക്കാൻ നോക്കും. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, നമുക്ക് എന്തെങ്കിലും വഴി കാണാം, നീ ഇവിടുന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആ വയ്യാതിരിക്കുന്ന അരവിന്ദനെ ജയപാലൻ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാണ് കേട്ടോ. ജയപാലൻ നല്ല ഒന്നാന്തരമായിട്ട് അരവിന്ദനെ ചതിച്ച് കാശൊക്കെ തട്ടിയെടുത്തതാണെന്ന് അരവിന്ദന് മനസ്സിലായി. പക്ഷെ തൻ്റെ സുഹൃത്തിനെ വേദനിപ്പിക്കാൻ പോലും വാക്ക് പറയാൻ ആ പാവ മനുഷ്യന് സാധിക്കുന്നില്ല. അയാൾ നെഞ്ച് തകർന്ന വേദനയോടുകൂടി അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോവാണ് കേട്ടോ. പെട്ടെന്നാണ് അന്ന് ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ കാവേരിയും അനിയത്തിമാരും എല്ലാവരും കൂടി എടുത്തിട്ടടിച്ച ഒരു ടീമുണ്ടല്ലോ, അവരങ്ങോട്ട് വരുന്നത്. അവർ നമ്മുടെ അരവിന്ദനെ തടയുവാണ്. ഓഹോ, അരവിന്ദേട്ടൻ ഇത് എങ്ങോട്ടാണ് പോകുന്നത്? അരവിന്ദേട്ടൻ്റെ പെൺപുലികളൊക്കെ വീട്ടിലുണ്ടോ? അവൾമാരൊന്ന് കാണാൻ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വരുമായിരുന്നു. സ്നേഹതീരം വീട്ടിലേക്ക് പുഷ്പവാടിയിൽ ആരോട് ചോദിച്ചാലും സ്നേഹതീരം എവിടെയാണെന്ന് കാണിച്ചു തരുമെന്നായിരുന്നല്ലോ അന്ന് ഏട്ടൻ്റെ മക്കൾ പറഞ്ഞത്. അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കേണ്ടെന്ന് ഞങ്ങളും കരുതി. അവിടെ വന്ന് എല്ലാവരും ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി. അപ്പോഴാണ് കറക്റ്റ് സമയത്ത് അരവിന്ദേട്ടൻ തന്നെ വന്നത്. ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് പോകാം. ഇത്രയും ദിവസം വരാൻ വൈകിയതേ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിലായിരുന്നു. കാരണം അറിയാലോ, അരവിന്ദേട്ടൻ്റെ മക്കൾ അന്ന് ഞങ്ങൾക്ക് തന്നെ അടികൾ, അതൊരിക്കലും മറക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും എൻ്റെ അച്ഛൻ ഹോം മിനിസ്റ്റർ ആയിരുന്നു, എക്സ്. അദ്ദേഹത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അരവിന്ദേട്ടനും കുടുംബമൊന്നും ഇവിടെ പൊടി പോലും കാണില്ല. പക്ഷേ ഇത് ഞങ്ങൾക്ക് ഡീൽ ചെയ്യാനുള്ളതേ ഉള്ളൂ. വെറുതെ എന്തിനാ കുടുംബത്തെയൊക്കെ വലിച്ചിടുന്നത്? അതുകൊണ്ടാണ് ഞാൻ തന്നെ അരവിന്ദേട്ടനെ കാണാൻ വന്നത്. ഇത് തേടിയ വള്ളി കാലി ചുറ്റി എന്നൊക്കെ പറയുന്നത് ഇതാ. അരവിന്ദേട്ടൻ വന്ന് വണ്ടിയെ കയറിക്കേ. അപ്പോൾ പെട്ടെന്ന് അരവിന്ദനൊന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല കേട്ടോ. നിങ്ങൾ പോകാൻ നോക്കുക എന്ന് പറഞ്ഞ് കടന്നു പോകാനായിട്ട് തുടങ്ങും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അരവിന്ദേട്ടൻ്റെ മക്കൾക്ക് ഒരു സർപ്രൈസ് ആയിട്ട് അരവിന്ദേട്ടനോട് കൂടി ഉണ്ടെങ്കിലേ അവർക്കങ്ങ് സന്തോഷമാവും എന്ന് പറഞ്ഞ്, എടാ വലിച്ചിടടാ ഇയാളെ എന്ന് പറഞ്ഞ് കൂടെയുള്ളവന്മാരോട് ആജ്ഞാപിക്കുക. എന്നിട്ട് അവരെല്ലാവരും കൂടി വലിച്ച് വണ്ടിയിലേക്ക് കയറ്റാനായിട്ട് തുടങ്ങുക. പെട്ടെന്നാണ് അതിലൂടെ ഒരു കാറ് പൊടി പറത്തിക്കൊണ്ട് വരുന്നത്. അപ്പോൾ പെട്ടെന്ന് ആ കൂടെ നിന്നവന്മാർക്ക് ദേഷ്യം വരും. ഏതവനാടാ ഇങ്ങനെ പോകുന്നത്? അതും തന്തയ്ക്ക് പിറക്കാത്ത ഏതോ ഒരുത്തനാ ഇത്ര സ്പീഡിൽ പോകുന്നത്, ആരെ കൊല്ലാൻ? അങ്ങനെയൊക്കെ പറഞ്ഞ് ചീത്തയൊക്കെ വിളിക്കും കേട്ടോ. പെട്ടെന്ന് ആ വണ്ടി അങ്ങോട്ട് നിർത്തുകയാണ്. അതിൽ നിന്ന് ഇറങ്ങി നമ്മുടെ നായകനാട്ടോ വരുന്നത്. അതും നല്ല അടിപൊളി സ്റ്റൈലിൽ ഇങ്ങോട്ട് വരിക. മക്കൾ എന്താ പറഞ്ഞത്? എന്ത് വിളിക്കുമെന്നാ? ഇനി ഞാൻ വിളിക്കൂടാ നിൻ്റെയൊക്കെ തന്തയ്ക്ക് എന്ന് അപ്പം അയാൾ പറയേ. അത് കേൾക്കുന്ന നമ്മുടെ നായകന് ദേഷ്യം വരിക. തന്തയ്ക്ക് വിളിച്ചാൽ നിന്നെയൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിനക്കറിയാടാ. അപ്പം അയാൾ എന്ത് ചെയ്യുമെന്ന് നീയൊക്കെ പറയുന്നത് എന്ന് അപ്പം മറ്റേ നമ്മുടെ എക്സ് മിനിസ്റ്ററുടെ മകൻ ചോദിക്കും. അപ്പോൾ പറയും കൊല്ലും എന്നും പറഞ്ഞിട്ട് നമ്മുടെ നായകൻ വന്ന് അവനിട്ട് നല്ല അടി കൊടുക്കുകയാണ്. എന്നിട്ട് അരവിന്ദനെ അയാളിൽ നിന്ന് രക്ഷിക്കുക. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഗുണ്ട വന്നിട്ട് പറയും, ദേ വിഷ്ണു, ഇത് നിൻ്റെ കളിക്കളമല്ല, നിൻ്റെ ഏരിയയും അല്ല, ഇത് പുഷ്പവാടിയാണ്, ഇത് ഞങ്ങളുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ വന്ന് ആൾ കളിക്കാൻ നീ നിൽക്കരുത്. വിഷ്ണുവോ? ഏതു വിഷ്ണു? ഇത് നരയനാടാ, നരയൻ. നരയൻ എന്ന് പറയാൻ അറിയില്ലെങ്കിലേ കണ്ട പേരുകളൊന്നും വിളിക്കരുത്. ഇന്നത്തെ കാലത്തെ ദൈവത്തിൻ്റെ പേരും കൊണ്ടൊന്നും നടന്നാൽ ആർക്കും രക്ഷയ്ക്കെത്തില്ല. മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യൻ തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ നരയെന്ന് പേര് വെച്ചത് എന്ന് പറഞ്ഞിട്ട് അവന്മാരെല്ലാം ഇടിച്ച് താരിപ്പണമാക്കി നമ്മുടെ അരവിന്ദേട്ടനെ രക്ഷപ്പെടുത്തുവാണ് കേട്ടോ. അത് കാണുമ്പോഴത്തേക്കും അരവിന്ദന് സമാധാനത്തോടെ നമ്മുടെ നരേനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.